മലയാളിയെക്കുറിച്ച് നിങ്ങൾ എന്താ വിചാരിച്ചേക്കുന്നത്? പൊളിയാണല്ലോ മലയാളി. മലയാളിയെ പോലെ മലയാളി മാത്രമാണ്. വെറുതെ പറയുന്നതല്ല. കാരണം ഒരാൾ ഇങ്ങനെ തകരുന്നു അല്ലെങ്കിൽ ഒരാൾക്കൊരു പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ കൂട്ടത്തോടെ വന്നൊരു സഹായിക്കാൻ മലയാളി കാണിക്കുന്ന ഒരു ചങ്കൂറ്റമുണ്ടല്ലോ, അത് ലോകത്തിന് മുന്നിൽ മാതൃകയാണ് എന്ന് പറയാതെ വയ്യ. ഉദാഹരണമുണ്ട്. കോവിഡിന്റെ സമയത്ത് കേരളത്തിൽ ഇങ്ങനെ സ്പ്രെഡായി നമ്മളിങ്ങനെ വലിയൊരു പാൻഡമിക്കിലേക്ക് പോയപ്പോൾ, നമ്മുടെ ഫ്ലഡിൽ നമ്മൾ തകർന്നു നിന്ന് പോയപ്പോൾ, നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് വന്നത് നമ്മൾ കണ്ടത്, അവിടെയുള്ള മലയാളി പ്രവാസികൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് സമീപ കാലത്ത് തന്നെ വിദേശ രാജ്യത്ത്, അറബ് രാജ്യത്ത് തൂക്കുകയറിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്താൻ ഒരു ഉമ്മയുടെ വിലാപം ഇങ്ങനെ നെഞ്ചിലേറ്റി കോടികൾ കൊടുത്തത് നമ്മൾ കണ്ടതാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വലിയ അപൂർവ രോഗം പിടിച്ച ഒരു കുട്ടിക്ക് ഒരു സോഷ്യൽ മീഡിയ ചാരിറ്റി പ്രവർത്തകന്റെ അക്കൗണ്ടിലേക്ക് 3 കോടിയോളം രൂപ കൊടുത്ത് സഹായിച്ചത്. ഇതെല്ലാം ഉദാഹരണങ്ങൾ മാത്രം, എടുത്തു പറയാൻ വേണ്ടി ഓർമ്മയിൽ നിന്ന് പറയുന്നു എന്ന് മാത്രം. പക്ഷെ എവിടെയൊക്കെ മലയാളിക്കൊരാവശ്യമുണ്ടോ അവിടെ മുഴുവനും സഹായിക്കാൻ മലയാളി കൂട്ടായ്മകൾ ഒരു പ്രേരണയുമില്ലാതെ കൂടിച്ചേരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്താ വിചാരിച്ചേ? ഈ കിട്ടുന്ന കാശ് മുഴുവൻ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നതാണോ? ഈ ചോദ്യം ചോദിക്കുന്നത് സമൂഹത്തിൽ ചാരിറ്റി തൊഴിലാക്കി മാറ്റി ഇറങ്ങിയ കൂട്ടരോടാണ്. ഇങ്ങനെ ചാരിറ്റി തൊഴിലാക്കി കുറെ കൂട്ടർ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവർ ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഒരു വീട്ടിലേക്ക് ഇങ്ങനെ വരും, വന്നിട്ട് അവരുടെ ഉദ്ദേശശുദ്ധി അല്ലെങ്കിൽ അവർ ചെയ്യുന്നു, ഫണ്ട് കളക്ട് ചെയ്യുന്നു, ഒക്കെ ശരി. പക്ഷെ അവരുടെ ആ ഒരു പ്രവൃത്തിയാണ്, ആ ഒരു രീതിയാണ് നമ്മൾ വിമർശിച്ചു പോകുന്നത്. ഒരു വീട്ടിലേക്ക് വരുന്നു, ആ വീട്ടിൽ രോഗിയായി കിടക്കുന്ന, അപൂർവ രോഗം ബാധിച്ച, അങ്ങനെ ഒരു സ്പെഷ്യൽ കേസിലാണല്ലോ ഇങ്ങനെ വലിയ ഭീമമായ എമൗണ്ട് വരികയും ഇവരിടപെടുകയും വേണ്ടി വരുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു. അവിടെയുള്ള ആളുകളുടെ മുഴുവൻ നിലവിളി ശബ്ദം, അവിടെയുള്ള ആളുകളുടെ മുഴുവൻ കരച്ചിലുകൾ ഒപ്പിയെടുത്ത് ഇങ്ങനെ സമൂഹത്തിലേക്ക് കൊടുക്കുന്നു. ഇതൊന്നും ഇല്ലാതെ തന്നെ ഇവരുടെ ഒരു റീച്ചും ഇവരുടെ ഒരു പ്രൊഫൈലിന്റെ ഒരു ക്വാളിറ്റിയും ഒക്കെ ഇതിന് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ഇത്രയും ഇന്റൻസിറ്റിയിൽ അത് പറയാതെ തന്നെ ആളുകൾ ഇത് കൊടുക്കാൻ തയ്യാറാണ്. കാരണം കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം നമ്മൾ ആലോചിച്ച് നോക്കൂ. ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന് ഒരു ബാങ്ക് അക്കൗണ്ട് കൊടുത്ത് എനിക്ക് ഫണ്ട് വേണമെന്ന് പറയുന്ന ഒരു സംഭവം വരുന്നു. അവിടേക്കും മലയാളികൾ അത് കൊടുക്കുകയാണ്. ആവശ്യത്തിൽ കൂടുതലുള്ള ഫണ്ട് അവിടെ വന്നു. പിന്നീടാണ് മനസ്സിലാവുന്നത് അത് വ്യാജ അക്കൗണ്ട് ആണെന്നും ആ ഫണ്ട് ബാങ്ക് എല്ലാം ഇടപെട്ട് പിന്നീട് അതിന്റെ രീതികളിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മലയാളിക്ക് ഇത്രയും ഡെപ്തായി, ഇത്രയും വേദന പ്രദർശിപ്പിക്കേണ്ട മലയാളിയെ ട്രിഗർ ചെയ്യാൻ നിങ്ങളുടെ സോഷ്യൽ മീഡിയയുടെ ഹൈ ക്വാളിറ്റി, ഹൈ റീച്ച്, ആ ഒരു ഇൻഫ്ലുവൻസ് വെച്ച് നിങ്ങൾ പറഞ്ഞാൽ മതി. അവിടെയുള്ള ആ രോഗിയുടെ ഒരു രീതി വളരെ മൈൽഡായി നിങ്ങൾ കാണിച്ചാൽ മതി. അല്ലാതെ ഇത്രമേൽ ആ ഒരു കുടുംബത്തിനെ പ്രദർശന വസ്തു ആക്കണ്ട എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ കാശ് മേടിക്കുന്ന കുടുംബങ്ങൾ എങ്ങനെയാണ് ഇതിനെ എടുക്കുക? നിങ്ങളെ കാണാത്ത, നിങ്ങളുമായി ബന്ധമില്ലാത്ത, അധ്വാനിച്ചുണ്ടാക്കിയ കാശ് നിങ്ങളുടെ പ്രശ്നത്തിലേക്ക് തരുന്ന മലയാളിയെ നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ വേണ്ട വിധത്തിൽ എടുത്തില്ല എന്നുള്ളതല്ലേ കഴിഞ്ഞ ദിവസം സംഭവം കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് വേണ്ട കാശ് ആയതിനു ശേഷം നിങ്ങൾ ആ ഫണ്ട് എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? മറ്റർഹരായ ആളുകളിലേക്ക് 12 ലക്ഷം രൂപ എക്സസ് വന്നെങ്കിൽ, അല്ലെങ്കിൽ 1 കോടി രൂപ എക്സസ് വന്നെങ്കിൽ, ആ എക്സസ് എമൗണ്ട് തുല്യമായി വീതിച്ച് വേണ്ടപ്പെട്ട ആളുകളിലേക്ക് കൊടുക്കാനുള്ള ഒരു ബാധ്യത മറന്നു വെച്ച് നിങ്ങൾ ഒരു ഇന്നോവ ക്രിസ്റ്റ ആ ചാരിറ്റി പ്രവർത്തനം നൽകുന്നു എന്നുള്ളതാണ്. ആരാണ് നിങ്ങൾക്ക് അതിന് അവകാശം തന്നത്? നിങ്ങളുടെ ഫണ്ടാണോ അത്? ആ ചാരിറ്റി പ്രവർത്തകന് കൊടുക്കേണ്ട ഫണ്ടാണോ അത്? അല്ല. അപ്പോ മലയാളിയുടെ ആ കൂട്ടായ്മയെ ഇല്ലാതാക്കുന്ന ഒരു സംഭവമാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ എന്ന് പറയാതെ വയ്യ. അപ്പോ ഈ ഫണ്ട് മേടിക്കുന്ന കുടുംബങ്ങൾ വെച്ച് പുലർത്തേണ്ട വലിയൊരു സാമൂഹിക ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് കുടുംബങ്ങൾ ഒളിച്ചോളാൻ പാടില്ല. മറ്റൊരുത്തന്റെ കാശ് കയ്യിൽ വരുമ്പോൾ ആ കാശ് ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ അവകാശമാണെന്ന് ചിന്തിക്കാൻ പാടില്ല. പിന്നെ ഈ ചാരിറ്റി തൊഴിലാക്കിയ കൂട്ടർ അവരെന്താണ്? അവർ ഇത്തരത്തിലുള്ളൊരു ഇങ്ങനെ സ്വീകരിക്കുമ്പോൾ ആ കാശ് ഇങ്ങനെ ഒരു നാണമില്ലാതെ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് വലിയ രീതിയിൽ എന്തോ ചെയ്ത പോലെ നിങ്ങൾ അത് ഏറ്റെടുക്കുമ്പോഴേ
നിങ്ങളുടെ ആ ഒരു റീച്ച് അത് ഉണ്ടാക്കപ്പെട്ടതാണ്. ആ റീച്ചാണ് ഇതിനെയൊക്കെ ഒരു ട്രിഗർ കൊണ്ടുവന്നത് ഈ ഫണ്ട് കളക്ട് ചെയ്യാൻ. പക്ഷെ ആ ഫണ്ട് കളക്ട് ചെയ്ത ആ കുട്ടിക്ക് വേണ്ടിയാണ് നാട്ടുകാർ, ജനങ്ങൾ, മലയാളികൾ, ലോക കൂട്ടായ്മ ആ ഫണ്ട് കൊടുത്തത്. നിങ്ങൾക്കൊരവകാശവുമില്ല, ആ കുടുംബത്തിനും അവകാശമില്ല. പ്രൈം കോസ് എന്താണ്? അതിൻ്റെ ഏറ്റവും വലിയ മോട്ടീവ് എന്താണ്? ആ കുട്ടിയുടെ, ആ രോഗിയുടെ അസുഖം മാറ്റുക എന്നുള്ളതാണ്. അതിന് ബാക്കിയുള്ള കാശ് മറ്റുള്ള പാവങ്ങളിലേക്ക് എത്തിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട് എന്ന് പോലും മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത ചാരിറ്റി തൊഴിലാളികൾ.